കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി 50 ലക്ഷത്തിലധികം രോഗികളാണ് പ്രതിവർഷം സംസ്ഥാനത്തെ 12 മെഡിക്കൽ കോളേജുകളിലുമായി എത്തുന്നത്. എന്നാൽ ഇവിടങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണമാകട്ടെ സ്ഥാപിച്ച കാലത്ത് നിന്നും തെല്ലനങ്ങിയിട്ടു പോലുമില്ല. 4500 നഴ്സുമാർ വേണ്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് 700 നഴ്സുമാരുമായാണ്. പിന്നെ എങ്ങനെയാണ് വീഴ്ചകളും നോട്ടക്കുറവും അനുഭവിക്കാതെ അസുഖം ഭേദമായ രോഗികൾ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചു പോവുക? സ്വാഭാവിക ചോദ്യം കണ്ടുവരാം. 2023 നീതി ആയോഗ് പുറത്തുവിട്ട കണക്കുപ്രകാരം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം ഉറപ്പുവരുത്തുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ മെഡിക്കൽ കോളേജ് എന്ന ആശയം തുടങ്ങിയത് തന്നെ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരിടം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. അത് കഴിഞ്ഞ് മാത്രമേ രോഗീ പരിചരണത്തിന് സ്ഥാനമുള്ളൂ എന്നായിരുന്നു സ്ഥാപിക്കുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ നിന്ന് തിരിയാൻ കഴിയാത്ത തിരക്കിൽ പഠനവും ഗവേഷണവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ മെഡിക്കൽ കോളേജുകൾക്ക് കഴിയുന്നുണ്ടോ? സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ പ്രതിവർഷം 50 ലക്ഷത്തിൽ കൂടുതൽ രോഗികൾ എത്തുന്നു എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ സ്ഥാപിച്ച കാലത്തുള്ള ജീവനക്കാർ മാത്രമാണ് പല മെഡിക്കൽ കോളേജുകളിലും ഇപ്പോഴും ഉള്ളൂ എന്നത് മറച്ചു പിടിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള ആശുപത്രികളിൽ നിന്നും യാതൊരു മാനദണ്ഡവുമില്ലാതെ രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നു എന്നത് തന്നെയാണ് പ്രധാന പ്രശ്നം. റഫറൽ സംവിധാനം ഫലപ്രദമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് മുകളിലോട്ടുള്ള പേഷ്യൻ്റ് ലോഡ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ജില്ലാ താലൂക്ക് ആശുപത്രികളും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള പേഷ്യൻസിൻ്റെ ലോഡ് കുറയ്ക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഈ ഏറ്റവും അത്യാവശ്യമുള്ള രോഗികൾക്ക് മികച്ച പരിചരണം നമുക്ക് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ ജില്ലാ ജനറൽ ആശുപത്രികളിലും നൽകാൻ സാധിക്കും. അനാവശ്യമായി റെഫർ ചെയ്യുന്നതിന് പുറമെ പോലീസ് കേസുകളിലും മറ്റും ജനറൽ ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ പോകുന്നതിന് പകരം നേരിട്ട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു എന്നതും വലിയ പ്രതിസന്ധിയുണ്ടാക്കുന്നു. നിലവിൽ പോലീസ് കേസ് വരുമ്പോൾ അത്തരം രോഗികളെ എവിടെ പ്രവേശിപ്പിക്കണമെന്നതിന് മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല. പലതരം മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുന്നതടക്കം മെഡിക്കൽ കോളേജിന് ചുമതല നൽകുന്നതും ഭാരം കൂടാൻ പ്രധാന കാരണമാകുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പരിഹരിക്കാൻ ചെറിയ ഇടപെടലോ സർക്കാർ തീരുമാനമോ ഉണ്ടായാൽ മാത്രം മതി. അതുണ്ടാവാത്തത് കാരണം മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു സംവിധാനം പ്രതിസന്ധിയിലാകുന്നത് നോക്കി നിൽക്കാനാവില്ല. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.